ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി എത്തിച്ച വിവരങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറുപടിയില്ലാത്തത്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളി സൂക്ഷിച്ച നാഗേഷിനെ ഉടൻ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അല്ലെ, റിമാൻഡ് റിപ്പോർട്ടിൽ ഞാനും ഈ വാർത്തകളിലൂടെ അറിഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭഗവാന്റെ ഒരു തരി പെണ്ണെങ്കിലും, ഞങ്ങളെടുത്തൊരു നിലപാടാണ്, ഭഗവാന്റെ ഒരു തരി പെണ്ണെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. കൃത്യമായ അന്വേഷണം നടക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കും, കുറ്റവാളികളെ മാതൃകമായി ശിക്ഷിക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഈ SITയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ്? ഉന്മേഷ്, പ്രധാനമായും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ഇന്ത്യയിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയായിരുന്നു അന്വേഷണ സംഘം. ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വഴി, അത് തട്ടിയെടുക്കുക വഴി 2 കിലോയിലധികം സ്വർണം അയാൾ നേടി എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. എന്നാൽ ആ നേടിയെടുത്ത സ്വർണ്ണപ്പാളി, തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ള കാര്യത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ നിന്ന് 39 ദിവസം ഇത് സൂക്ഷിച്ച ഹൈദരാബാദിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിന് കൃത്യമായ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടില്ല. ഈ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയി എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി അത് അപ്പാടെ തള്ളുകയാണ് SIT. മാത്രമല്ല, ഹൈദരാബാദിൽ ഇത് സൂക്ഷിച്ച നാഗേഷ് എന്ന് പറയപ്പെടുന്നയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അത് നടത്തും. മാത്രമല്ല, നാഗേഷിനെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഇനി അടുത്തത് റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി റിപ്പോർട്ടിലും പേര് പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ആ ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം ബാംഗ്ലൂര്, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ്, അതേപോലെ തന്നെ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.